because it can be very wind, like even the Molly can be very windy, very bad. I had this one. Oh yeah. His father started shooting it, and he just took it up, and then he took it off. It was like completely and that he got. He went to. Check. Hello. Check. Hello. നമുക്ക് ആരംഭിക്കാം. ബഹുമാനരായ അതിഥികളെ, 33 വർഷം മുമ്പ് ഇതേ തറവാട്ടിൽ, ഇതേ വീട്ടിൽ വെച്ച് വളരെ ഹ്രസ്വമായ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ചാണ് പ്രിയപ്പെട്ട ശശിയേട്ടന്റെ വിവാഹം നടന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് 33 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതേ വേദിയിൽ, അന്ന് ഇതുപോലുള്ള ശബ്ദ വെളിച്ച സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു, ഹ്രസ്വമായ ഒരു ചടങ്ങ്. എനിക്ക് ഓർമ്മയില്ല, ശശിയേട്ടൻ പറഞ്ഞ് അറിവ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോ ശശിയേട്ടന്റെ പ്രിയപുത്രൻ യദുകൃഷ്ണന്റെയും അതുപോലെ നിവേദിയുടെയും വിവാഹ ശേഷമുള്ള റിസപ്ഷൻ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ഏറ്റവും ആദ്യം നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യദുവിന്റെയും നിവേദിയുടെ വിവാഹത്തിന് ശേഷം ഇവിടെ കൂടിയിരിക്കുന്ന അതിഥികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു കേക്ക് മുറിച്ചുകൊണ്ട് ഈ റിസപ്ഷൻ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതാണ് ഇന്നത്തെ ആദ്യത്തെ ചടങ്ങ്. ആ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി മുഴുവൻ എല്ലാവരെയും, അതിഥികളെയും, നടന്നു വരാൻ കഴിയുന്ന മുഴുവൻ അതിഥികളെയും, ഈ വീടിനകത്തും പുറത്തും ഒക്കെ ഉള്ള മുഴുവൻ ആൾക്കാരെയും ഒന്ന് വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. Let's all gather here for the cake cutting ceremony of Yadhukrishnan and Nivedya after the wedding ceremony which happened today morning at Krishna Resorts, Kannur. So let us all gather here in front of the stage. നമുക്ക് എല്ലാവർക്കും ഈ വേദിയുടെ മുൻപിൽ അസംബിൾ ചെയ്യാം. കാരണം ഇത് ഒരു ആഘോഷ ചടങ്ങാണ്. ബന്ധുമിത്രാദികളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വേദിയുടെ മുൻഭാഗത്തേക്ക് വന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരണം. ശശിയേട്ടന്റെയും അതുപോലെ തന്നെ രാധാദേവി അവരുടെയും രണ്ടുപേരുടെയും മകന്റെ വിവാഹ ചടങ്ങിന് ശേഷം നടക്കുന്ന സായാഹ്നത്തിൽ നടക്കുന്ന ഈ കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് ഒരിക്കൽ കൂടി മുഴുവൻ ആളുകളെയും വേദിയുടെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ താരങ്ങളായ യദുകൃഷ്ണനെയും അതുപോലെ തന്നെ നിവേദിയെയും വളരെ സന്തോഷപൂർവ്വം ഹർഷാരവത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
ബന്ധുമിത്രാദികളോടൊപ്പം അവരുടെ അച്ഛന്റെയും അമ്മയുടെയും രണ്ടുപേരുടെയും മാതാപിതാക്കളുടെയും കൂടെ നമുക്ക് വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ പ്ലീസ് എല്ലാവരും ഒന്ന് വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് അവരെ വെൽക്കം ചെയ്യാം. അവരെ റെഡി ആയി കഴിഞ്ഞു. So let us all welcome. Thank you very much for assembling so closer. Now it looks better now. Everybody, you have smile on your face. നിങ്ങളുടെയൊക്കെ മുഖത്ത് ഈ വളരെ സന്തോഷകരമായ നിമിഷത്തിന്റെ സന്തോഷം കാണാൻ കഴിയുന്നു. കാരണം ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഏറ്റവും അടുത്ത ബന്ധുക്കളും രണ്ടുപേരും ചേർന്നാണ് നമ്മൾ ഇന്നത്തെ കേക്ക് കട്ടിങ്. അപ്പോൾ ഒരു സമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നിരവധിയായ ആഘോഷങ്ങൾ, ആഘോഷ പരിപാടികൾ, സംഗീത പരിപാടികൾ, നൃത്ത ചുവടുകളുണ്ട്. ഈ വേദി തികച്ചും ധന്യമാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വധൂവരന്മാര് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു സംശയമില്ല. അപ്പൊ പിന്നെ ആരുടെ ആയിരിക്കും എനിക്കറിയില്ല. അപ്പൊ ഇവിടെ നമ്മള് നളിനി, അതുപോലെ ശ്രീ കെ കണ്ണൻ നമ്പ്യാർ, എത്ര ധന്യമായ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് നമുക്ക് അറിയാം. കാരണം ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಸಂಖ್ಯಾವ್ಯ ಸೂರ್ಯಕೋಟಿ ಸಮಪ್ರಭಾ ನಿರ್ವಿಘ್ನಂ ಕುರು ಮೇ ದೇವ ಸರ್ವಕಾರ್ಯೇಷು ಸರ್ವದಾ ವಕ್ರತುಂಡ ಮಹಾಕಾವ್ಯ ಸೂರ್ಯಕೋಟಿ ಸಮಪ್ರಭಾ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा या इलाही या मुजीब दावत इज्वल यौम अस्सईदा बाकसीर अलबारका या इलाही या मुजीब There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the silver above. Showers of blessings we need. Mercy drops from the south fallen, but for the showers we plead. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the silver above. Speaking only Malayalam. They can understand English, but we need to consider the local language. So wherever you feel, wherever you are not comfortable, you can please approach us. What is happening on the stage, you can just contact me and we will give you the detailing of the program. So in which ways we were conducting the welcome as a part of on which occasion it is happening. No need to explain this. Just explain. ശശിയേട്ടനെ നന്നായിട്ട് അറിയാം. ക്ഷണിക്കുകയാണ്. പുറത്തുനിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ വേദിയിലേക്ക് ഒരു സംശയമില്ല. അവരെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തണം. അവരെന്താണ് പറഞ്ഞു. സോ ഏതു ഇന്നത്തെ നവവരൻ വിവാഹത്തിന് ശേഷം നടക്കുന്ന ഈ വൈകുന്നേരത്തെ ഈ ചടങ്ങിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വന്തം മകനെ പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് വരാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ഒരു ഗാനവുമായി കൃഷ്ണ വേദിയിലെത്തുന്നു. അതിനായി കൃഷ്ണയെ ക്ഷണിക്കുന്നു. கொஞ்சம்
മധുപകരു മലത്തൊരിയു അനുരാഗ പൗർണമി മധുപകരു മലത്തൊരിയു അനുരാഗ പൗർണമി മായല്ലേ മറയല്ലേ നീല നിലാവൊളി മധുപകരു വേദിയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വധൂവരന്മാരെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണിയറവീണയിൽ മയങ്ങി ഉണരുന്നതേതൊരു രാഗം ഏതൊരു ഗീതം മഞ്ജുഭാഷിണി മന്ദം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീ തണുത്ത കുടിക്കാൻ പാടില്ല അവരുടെ
റെഡി അല്ലേ? ഒന്ന് ക്യാമറ ചോദിക്കല്ലേ? റെഡി? ഓക്കെ. ഓക്കെ. ഒന്നുകൂടെ എടുക്കാം. പോലെ വീഡിയോ കൊണ്ട് എടുത്തേക്കട്ടെ. സംസാരിച്ചോ? സമാപ്തിയിലേക്ക് എത്തുകയാണ്. അതിനുശേഷം വേദിയിൽ വളരെ മനോഹരമായ മറ്റൊരു ഡാൻസ് പെർഫോമൻസ് ആണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം ലഭിക്കുന്ന ഒരു തികച്ചും വ്യത്യസ്തമായ കിണ്ണം കളി എന്ന് പറയുന്ന മറ്റൊരു കലാരൂപം അരങ്ങേറും. Halamati Habibo, Halamati Habibo, darling, Halamati Habibo, Halamati. Sadhu, thank you. Sri Janardhan Karipal. മമ്മൂട്ടിയെ പോലെ അത്രയും ശബ്ദ നിയന്ത്രണത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നില്ല, എങ്കിലും ഞാൻ അതിന്റെ പരമാവധി ശ്രമിക്കാം. ആ ഒരു ഡയലോഗ് നിങ്ങൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊളിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന അശോകരാജനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അന്നവൻ വെറും അശോകനായിരുന്നു, നിർധനനായ രാജന്റെ മകനായിരുന്നു. മഴ നനയാതിരിക്കാൻ കുടയില്ലാത്തത് കൊണ്ട് വാഴയില വെട്ടി അതും ചൂടി സ്കൂളിൽ പോയിരുന്ന അശോകൻ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായ സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട് ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. സ്കൂളിൽ ഞാൻ ഉച്ചയ്ക്ക് പച്ചവെള്ളമാണ് കുടിക്കുന്നത് കണ്ട് ചോറ്റുപാത്രം എൻ്റെ മുന്നിലേക്ക് നെട്ടിത്തന്ന ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. അവൻ്റെ അച്ഛനറിയാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് ഞങ്ങൾ സിനിമാ ടാക്കീസിലും എത്തിയിരുന്ന സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാകണമെന്നും വളർന്നു വലിയ ഉയരങ്ങൾ എത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവൻ്റെ അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും, വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. ഒടുവിൽ സിനിമ പഠിക്കാൻ മദിരാശിയിലേക്ക് പോകുമ്പോൾ കാതിലെ കടക്കൻ വിറ്റ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു.
നിറകണ്ടതിനോട് ഞാൻ ചോദിച്ചു, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടുവന്നു? അപ്പോൾ അവൻ പറഞ്ഞു, നാളെ ഇതുപോലെ ഒരാൾ നിന്നെ തേടിയെത്തും, നിനക്ക് അയാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയെന്ന്. ഒരു പ്രണയത്തിലകപ്പെട്ട് നാട് വിട്ടുപോയ ബാലനെ ഞാൻ കുറേ അന്വേഷിച്ചു. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തു. ഒടുവിൽ അവൻ്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോൾ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എനിക്കെൻ്റെ ബാലിനെ ഓർക്കാൻ കഴിയും. താങ്ക് യു. അപ്പൊ ഒരു നീണ്ട പെർഫോമൻസ് ആയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ പെർഫോമൻസ് ഇൻ ദിസ്. അഭിലാഷ് വളരെ നന്നായിട്ട് നമുക്ക് വേണ്ടി സൗണ്ട് കൺട്രോൾ ചെയ്തു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ നോൺ സ്റ്റോപ്പ് സർവീസാണ് നമുക്ക് കിട്ടിയത്. സർവീസിന് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സർവീസിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തുകൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ്. നമ്മൾ എത്ര നന്നായിട്ട് പാടിയിട്ടും ഡാൻസ് ചെയ്തിട്ടും കാര്യമില്ല. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ടെക്നീഷ്യൻസ് അവർ നന്നായി ചെയ്തില്ലെങ്കിൽ ഒരു പെർഫോമൻസ് അതിന്റെ മികച്ച ലെവലിൽ വരില്ല. സോ അഭിലാഷ് നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, പക്ഷേ ഇവിടെ വന്നിരുന്ന ആളുകളുടെ എല്ലാം പ്രതിനിധികളായിട്ട് നമുക്ക് നല്ലൊരു ഗൈഡ് ഉണ്ട്. സോ താങ്ക് യു അഭിലാഷ്. ഒരു റെസ്പെക്ട്. രാമകൃഷ്ണൻ, Namaste. On the stage, please. രണ്ടാളും കൂടി. മൻസൂർ, ഫോട്ടോ സാജു, ഞാൻ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ആദരിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നാരായണൻകുട്ടിയാണ് എൻ്റെ പിന്നാലെ നടന്ന് ഏറ്റവും കൂടുതൽ വീഡിയോയും ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക. നാരായണൻകുട്ടി, ഓൺ ദ സ്റ്റേജ്. സംസാരിക്കാൻ ഇനിയൊന്നും സംസാരിക്കാനില്ല. അല്ല, ഈ വീട് ഇങ്ങനെയായി കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. അതാ ഞാൻ ഷറഫിനോട് പറഞ്ഞിരുന്നേ, കുറെ കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാണ്. ഇത്രയും ഭംഗിയായി മാറ്റിയത് അവരാണ്. പിന്നെ ഈ ഇപ്പൊ പറഞ്ഞ എല്ലാവരും തന്നെ, നാരായണൻകുട്ടിയാണെങ്കിലും ഫോട്ടോ സജു ആണെങ്കിലും എല്ലാവരോടും നന്ദി. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.